ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൻ ചാനലിനകത്ത് ചെയ്ത സുധിലയം എന്ന് പറയുന്ന വീടുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമുക്കറിയാം, കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് മനസ്സിലാക്കിയ കുറേയധികം സുമനസ്സുകൾ ചേർന്നുകൊണ്ട് അവർക്കൊരു വീട് വെച്ച് നൽകുവാൻ തീരുമാനിക്കുന്നു. പക്ഷെ അങ്ങനെ വീട് വെച്ച് നൽകാണ്ട് മുന്നോട്ട് വന്ന ആ ഒരു സംഘം നേരിട്ട ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരു കുടുംബത്തിന് സ്വന്തമായിട്ട് ഭൂമിയില്ല എന്നുള്ളതായിരുന്നു. സോ ഭൂമി കണ്ടെത്തുകയായിരുന്നു അടുത്ത സ്റ്റെപ്പ്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാലേ വീട് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് 24ന്റെ ഹെഡ് ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാർ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവില്ലിൽ എന്ന് പറയുന്ന വൈദികനെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹം തന്റെ പൂർവികരായിട്ട് അദ്ദേഹത്തിന് കൈമാറി കൊടുത്ത ഭൂമിയിൽ നിന്ന് 7 സെന്റ് സ്ഥലം ഈ പറയുന്ന രാഹുൽ ദാസിന്റെ ഋതുൽ ദാസിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുന്നത്. സോ ആ ഒരു ആധാരത്തിനകത്ത് ചെറിയൊരു ക്രോസ് ഉണ്ട്. ഈ ഋതുൽദാസ് എന്ന് പറയുന്ന ഋതപ്പന് 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ആ ഒരു ഭൂമി കൈമാറ്റം ചെയ്യണമെങ്കിലും വിൽക്കണമെങ്കിലും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ ഒപ്പ് വേണം. എന്തായാലും കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് ലഭിച്ചു. അവര് സന്തോഷത്തോടെ ഇനിയുള്ള കാലം ആ വീട്ടിൽ താമസിക്കുന്നത് കാണുവാണ്ട് എല്ലാ മലയാളികളും ആഗ്രഹിച്ചുവെങ്കിൽ പോലും പൊടുന്നനെ ഒരു വിവാദം ഉണ്ടാകുന്നു. സുധിലയത്തിന് ചോർച്ച, വീടിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു പോകുന്നു, അതായത് പ്ലാസ്റ്ററിങ്ങും മറ്റു കാര്യങ്ങളും പൊളിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നു. അങ്ങനെ വന്നപ്പോൾ KHDFC ഫിറോസും രേണുവും തമ്മിൽ നേർക്ക് നേർ ഒരു യുദ്ധത്തിന്റെ പക്കലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ മുറുകുന്ന സമയത്താണ് ഈ ഒരു വീട് നിർമ്മിക്കേണ്ട ആവശ്യമുള്ള ഭൂമി വിട്ടു നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികൻ ഈ ഒരു വിഷയത്തിലേക്ക് എൻ്റർ ആവുന്നത്. അതിനുശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്നത് ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ക്ലാഷുകളാണ്. അന്ന് യൂട്യൂബേഴ്സിനെല്ലാം തന്നെ നല്ല കണ്ടന്റ് ചാകരയായിരുന്നു. കാരണം ബിഷപ്പിനെ കുറിച്ച് രേണു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും, അതിന് ബദലായിട്ട് രേണുവിനെതിരെ ബിഷപ്പും സംസാരിക്കും. അങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ പറയുന്ന രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. അതോടുകൂടി തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ജസ്റ്റ് വാനിഷായി. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന സുധിലയം എന്ന് പറയുന്ന വീട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം വന്ന വിവാദം ഇതായിരുന്നു: സുധിലയത്തിന് ഇതുവരെ വീട്ടു നമ്പർ ലഭിച്ചിട്ടില്ല. അതിന് കാരണം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് നൽകിയ ഈ ഒരു ഭൂമിയുടെ മേളിൽ കേസുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭൂമിക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിർമ്മിച്ച വീടിന് ഈ പറയുന്ന ഹൗസ് നമ്പർ കിട്ടാത്തതെന്നാണ് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത്. സോ ഈ ഒരു വിവാദം വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്നും തന്നെ പ്രതികരിക്കേണ്ട തയ്യാറായില്ല. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു, എതിർഭാഗത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വന്ന ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി ഞാൻ മാറ്റിവെച്ചു. അങ്ങനെ ഇരിക്കുകയാണ് അനീഷ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ അത് ഈ പറയുന്ന രേണു സുധിയുടെ പിതാവ് തങ്കച്ചന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കാണുവാനിടയായിരുന്നു. അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത്, ബിഷപ്പ് തങ്ങൾക്ക് നൽകിയ ഭൂമിയിൽ യാതൊരു പ്രശ്നവുമില്ല, അതിന്റെ കരം കിട്ടിയ രസീത് വരെ ഞങ്ങളുടെ കൈവശമുണ്ട്. KHDFC ഫിറോസും സംഘവും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്ത കാരണമാണ് ഈ പറയുന്ന വീടിന് നമ്പർ കിട്ടാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതിനുശേഷം ഈ പറയുന്ന ഭൂമിക്ക് കരം കെട്ടിയതിന്റെ രസീതും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനത് ചെക്ക് ചെയ്തു. അതിനുശേഷം 1-2 പേരോട് ഞാൻ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, യാതൊരു കാരണവശാലും കേസിൽ പെട്ട് കിടക്കുന്ന ഭൂമിക്ക് കരം കെട്ടാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ആ ഒരു ഭൂമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊണ്ടുവന്ന് കോടതിയിൽ ഇൻജക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാം. അങ്ങനെ ഇൻജക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഈ ഭൂമിയുടെ കൈമാറ്റവും കോടതി താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഈ ഒരു കേസിൽ അന്തിമ വിധി വരുന്നത് വരെ. പക്ഷേ ഇത്രയും അധികം ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഈ ഒരു സ്വത്തിന്റെ മേൽ എന്തെങ്കിലും അവകാശ തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വസ്തുവിന്റെ കൈമാറ്റം നടന്നത്? എങ്ങനെയാണ് ഇവർ കരം കെട്ടിയത്? എങ്ങനെയാണ് സുധിലയം പണിഞ്ഞത്? ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ മറ്റു യൂട്യൂബേഴ്സ് ഒന്നും പറയുന്നില്ല. എനിക്ക് സംശയമാണ്, ഇത്രയധികം കോൺട്രവേഴ്സി ഉള്ള ഒരു ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ തർക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ച് ഈ പറയുന്ന സ്റ്റോപ്പ് മെമ്മോ മേടിച്ചില്ല? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഭൂമിയിൽ ഇന്ന് ആ വീട് വരില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഫിറോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹം അത് തിരുത്തി മുന്നോട്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ ഇനിയും ഒരു വിവാദം ഉണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനാണെങ്കിൽ യൂട്യൂബേഴ്സിന് ധാരാളം കണ്ടന്റുകൾ കിട്ടും. അതുമാത്രമേ ഈ ഒരു വിഷയത്തിൽ ആകപ്പാടെ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ. എന്തായാലും സോ ഗൈസ്,
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയാണ്, ബൈ.